VVS ലക്ഷ്മൺ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അടുത്ത കോളത്തിൽ ഓസ്ട്രേലിയ എന്ന പേര് മനസ്സിൽ തെളിയും. തീയുണ്ടകൾ മാത്രം പന്തെറിഞ്ഞിരുന്ന, കൊലകൊല്ലികൾ മാത്രം ബാറ്റ് ചെയ്തിരുന്ന ഓസ്ട്രേലിയയെ ഒറ്റയ്ക്ക് കണ്ടം വഴി ഓടിച്ച വെരി സ്പെഷ്യൽ ഇന്നിങ്സുകൾ എത്രയോ എണ്ണമുണ്ട്. 2001 മാർച്ചിൽ ക്രിക്കറ്റിൻ്റെ പരദേശിയായ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടന്നതും ഇതുപോലെ ഒരു സ്പെഷ്യൽ ഇന്നിങ്സ് ആയിരുന്നു. ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതകരമായ തിരിച്ചുവരവുകളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ച ഒരു എപ്പിക് ഇന്നിങ്സ്. ആ ഇന്നിങ്സിനെ പറ്റിയാണ് ഇന്നത്തെ റിവേഴ്സ് സ്വീപ്പിൽ. Second test 100. This time he pulls and into the gap. That's nicely played by Lakshman. And there's the double 100 for VVS Lakshman. 16 തുടർ വിജയങ്ങളുമായാണ് റിക്കി പോണ്ടിങ്ങും ആദം ഗിൽക്രിസ്റ്റും ഷെയ്ൻ വോണും ഗ്ലെൻ മഗ്രാത്തുമൊക്കെ അടങ്ങിയ ഓസ്ട്രേലിയ കൊൽക്കത്തയിലേക്ക് വിമാനം കയറുന്നത്. ബോർഡർ ഗവാസ്കർ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ മുംബൈയിലെ വാങ്കഡയിൽ ഇന്ത്യയെ 10 വിക്കറ്റിന് തോൽപ്പിച്ചു എന്ന ആത്മവിശ്വാസം വേറെ. കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമാണ്. പോരാത്തതിന് ആദ്യ ഇന്നിങ്സിൽ ഫോളോ ഓൺ വഴങ്ങുകയും ചെയ്തു. പരമ്പര വൈറ്റ് വാഷ് ഉറപ്പ്. പക്ഷേ പിക്ചർ അഭി ബാക്കി ഹേ മേരാ ദോസ്ത്. പിന്നീടാണ് അവിടെ ക്രിക്കറ്റ് ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചുവരവുണ്ടാവുന്നത്. കഥയുടെ അവസാനം ഇന്ത്യ 2 ടെസ്റ്റും ജയിച്ച് 2-1 പരമ്പര സ്വന്തമാക്കിയതാണ് ക്ലൈമാക്സ്. ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ അടിച്ചുകൂട്ടിയത് 445 റൺസ്. സ്റ്റീവോ 110ഉം ഹെയ്ഡൻ 97 അടിച്ച ഇന്നിങ്സിൽ ഹർഭജൻ സിംഗ് 7 വിക്കറ്റ് ഇട്ടത് മുങ്ങിപ്പോയി. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 171 റൺസിന് ഓൾ ഔട്ടായി. 59 റൺസ് അടിച്ച് ലക്ഷ്മൺ ടോപ്പ് സ്കോറർ. മഗ്രാത്ത് 4 വിക്കറ്റ് ഇട്ടപ്പോൾ ഗില്ലസ്പിയും വോണും കാസ്പറോവിച്ചും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇന്ത്യക്ക് ഫോളോ ഓൺ. ഓസ്ട്രേലിയ ഇന്നിങ്സിന് ജയിക്കുമോ 10 വിക്കറ്റിന് ജയിക്കുമോ എന്നത് മാത്രമാണ് സംശയം. അതിന് ശരിവെച്ച് ഇന്ത്യ 115-3 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. 4-ാം വിക്കറ്റിൽ ഗാംഗുലി ചേർന്നതോടെ ഇന്ത്യൻ സ്കോർ മുന്നോട്ട് നീങ്ങി. ലക്ഷ്മൺ ആയാസരഹിതമായി സ്കോർ ചെയ്തപ്പോൾ ഗാംഗുലി പിടിച്ചു നിന്നു. ലക്ഷ്മണിൻ്റെ ബാറ്റിൽ നിന്ന് ബൗണ്ടറി ഷോട്ടുകൾ പിറന്നു. മനോഹരമായ ഡ്രൈവുകൾ, ബാറ്റിനെ തഴുകി വേദനിക്കാതെ ബൗണ്ടറി കടക്കുന്ന കട്ടുകൾ, നിലം പറ്റെ ആർട്ട് ബോർഡിൽ ഇടിക്കുന്ന പുള്ളുകൾ, പെർഫെക്റ്റ് ടെക്നിക്കിൽ ക്രീസിൽ തന്നെ ചത്തുകിടക്കുന്ന ഡിഫൻസ്. ഈഡൻ ഗാർഡൻസിൽ ഒരു ലക്ഷ്മൺ ഷോ ആരംഭിക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ ഇടതടവില്ലാതെ ശബ്ദിക്കുന്ന ആ ബാറ്റ് അന്നും നിരാശപ്പെടുത്തിയില്ല. അങ്ങനെ ലക്ഷ്മൺ സെഞ്ചുറി കടന്നു. 48 റൺസ് നേടിയ ഗാംഗുലിയും ലക്ഷ്മണും ചേർന്ന് 4-ാം വിക്കറ്റിൽ നടത്തിയ രക്ഷാപ്രവർത്തനം ഇന്ത്യയെ 232 റൺസ് വരെ എത്തിച്ചു. ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോർ മറികടക്കാൻ ഇനിയും വേണം 42 റൺസ്. ദ്രാവിഡ് ക്രീസിലെത്തുകയാണ്. ഒരു വശത്ത് ലക്ഷ്മണിൻ്റെ ചാരുത, മറുവശത്ത് ദ്രാവിഡിൻ്റെ പ്രതിരോധം. ഓസ്ട്രേലിയ എറിഞ്ഞു തളർന്നു. ജെയ്സൺ ഗില്ലസ്പിയുടെ ഒരു ഓവറിൽ 4 ബൗണ്ടറികൾ നേടിയ ലക്ഷ്മൺ ഓസീസ് ക്യാമ്പിൽ ആദ്യമായി ഭീതിയുടെ വിത്തുകൾ പാകി. ആഹ്ലാദിച്ചുല്ലസിച്ച് ഫീൽഡിൽ നിന്ന ഓസീസ് താരങ്ങളുടെ ശരീരഭാഷ മാറി. മാനസികമായും ശാരീരികമായും അവർ തളർന്നു. ഒരു വിക്കറ്റ് വീഴ്ത്താൻ ഓസ്ട്രേലിയ പല തരത്തിലും ശ്രമിച്ചു. നിരന്തരം സ്ലഡ്ജ് ചെയ്തു. പന്തെറിയാനായി ഓടുമ്പോൾ കൈകൾ പക്ഷിയെപ്പോലെ ചലിപ്പിച്ച് ലക്ഷ്മണിൻ്റെ ശ്രദ്ധ മാറ്റാൻ നോക്കിയെങ്കിലും അത് നടന്നില്ലെന്ന് ഗില്ലസ്പി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മൺ ഡബിൾ സെഞ്ചുറിയും ദ്രാവിഡ് സെഞ്ചുറിയും കടന്നു. 4-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 589 റൺസ്. അവസാന ദിനം മഗ്രാത്തിൻ്റെ പന്തിൽ പോണ്ടിങ്ങിന് പിടികൊടുത്ത് മടങ്ങുമ്പോൾ ലക്ഷ്മൺ ക്രീസിൽ ചെലവഴിച്ചത് 10.5 മണിക്കൂറായിരുന്നു. 452 പന്ത്, 44 ബൗണ്ടറി, 281 റൺസ്. ദ്രാവിഡ് ക്രീസിൽ നിന്നത് 7.5 മണിക്കൂർ. 353 പന്തിൽ 20 ബൗണ്ടറി അടക്കം 180 റൺസ് നേടിയ ദ്രാവിഡ് റണ്ണൌട്ട് ആവുകയായിരുന്നു. അന്ന് ഓസീസ് ക്യാപ്റ്റനായിരുന്ന സ്റ്റീവോ പിന്നീട് ഇതേപ്പറ്റി പറഞ്ഞതിങ്ങനെ: കൊൽക്കത്തയിൽ ഞങ്ങൾക്കെതിരെ ലക്ഷ്മൺ നേടിയ 280 റൺസാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ടെസ്റ്റ് ഇന്നിങ്സ്. അയാൾക്കെതിരെ എങ്ങനെ പന്തെറിയണമെന്ന് ഞങ്ങൾക്ക് അറിയാതായിപ്പോയി. എല്ലാ ബോളർമാരെയും അത്ര ആധികാരികമായിട്ടാണ് ലക്ഷ്മൺ നേരിട്ടത്. അതൊരു അമാനുഷിക ഇന്നിങ്സ് ആയിരുന്നു. അത് ആസ്വദിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. 7 വിക്കറ്റിന് 657 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു. ഓസ്ട്രേലിയക്ക് 383 റൺസ് വിജയലക്ഷ്യം. 67 റൺസുമായി ഹെയ്ഡനും 43 റൺസുമായി മൈക്കൽ സ്ലേറ്ററും നന്നായി തുടങ്ങിയെങ്കിലും ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ ഓസ്ട്രേലിയ തകർന്നു. 2-ാം ഇന്നിങ്സിലും ഹർഭജൻ്റെ അസാമാന്യ പ്രകടനം. 6 വിക്കറ്റ് വീഴ്ത്തിയ ഹർഭജനും 3 വിക്കറ്റ് വീഴ്ത്തിയ സച്ചിനും ചേർന്ന് 212 റൺസിന് ഓസ്ട്രേലിയയെ ഓൾ ഔട്ടാക്കി. ഫോളോ ഓൺ വഴങ്ങിയിട്ട് ഇന്ത്യൻ ജയം 171 റൺസിന്. ലക്ഷ്മണിൻ്റെ 281 റൺസിന് മുന്നിൽ ദ്രാവിഡിൻ്റെ 180 പലപ്പോഴും മുങ്ങിപ്പോവാറുണ്ടെങ്കിലും ആ ഇന്നിങ്സും ഓർമ്മിക്കുന്നു. ഓർമ്മകളിൽ ഒരു പുഴ നീന്തി കടന്ന സുഖം. വില്ലൻ്റെ ആക്രമണത്തിൽ നിലത്ത് വീണ നായകൻ ആഹ്ലാദം ആരംഭിച്ച വില്ലനെ തിരിച്ചടിച്ച് ജയിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം.